ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ ഈ പെമ്പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതി. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബിന്നിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള നൂബിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഷാനവാസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഷാനവാസ് അവിടെ പലവട്ടവും നൂബിനെ പെൺകോന്തൻ എന്നുള്ള രീതിയിൽ കുറെ വട്ടം സംസാരിച്ചിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിനിടയിൽ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടൊന്നുമല്ല. കുറച്ച് മുന്നേ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഷാനവാസിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട്. അതായത് ഷാനവാസ് അവിടെ ഉള്ള ആരുമായിട്ട് അടിയായി കഴിഞ്ഞാലും വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന ഒരു സ്വഭാവം ഷാനവാസിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ വിളിക്കരുത്. അത് അത്ര ശരിയുള്ള പരിപാടിയല്ല. കാര്യം പ്രത്യേകിച്ച് നൂബിൻ എന്ന് പറയുന്നൊരു വ്യക്തി, ആ പുള്ളിയുടെ ഭാര്യയാണ് അവിടുത്തെ കണ്ടസ്റ്റൻറ്റ്. പുള്ളിക്കാരൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പെൺകോന്തൻ എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുമ്പോഴത്തേക്ക് ആർക്കായാലും അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ ആ പുള്ളിയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്തും കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് പുള്ളിക്കാരനെ തെറി വിളിക്കുന്നത്, നീ ശരിക്കും ഒരു പെൺകോന്തൻ തന്നെയാണ്, ഷാനവാസ് പറഞ്ഞത് തെറ്റല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ വിവരം കെട്ട കുറച്ച് ആൾക്കാർ. എന്തായാലും നമുക്ക് ആദ്യമേ നൂബിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ 2 ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതിൽ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന്. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം നൂബിൻ്റെ അടുത്ത് പറയാം. ഇവിടെ ബിന്നി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സംസാരം അത്ര ക്ലിയർ അല്ല. പുള്ളിക്കാരത്തെയും ഇതുപോലെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അതായത് എന്തോ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് നിന്റെ ഭാര്യ അടുത്ത് നീ പോയി ഉണ്ടാക്കി തരാൻ പറ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ രീതിയിലൊക്കെ ബിന്നിയും സംസാരിച്ചിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസാണ് കൂടുതൽ കാര്യം. പക്ഷേ അപ്പം നമ്മൾ സംസാരിക്കുമ്പം രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുള്ള രീതിയിൽ സംസാരിക്കുക. ഇവിടെ നൂബിൻ പറയേണ്ടത്, നൂബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഇന്നസെൻ്റ് ആണ്. അപ്പം നിങ്ങളെ പെൺകോന്ത എന്ന് വിളിക്കേണ്ട ഒരു കാര്യവും ഷാനവാസിനില്ല. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അതിലെന്താണ് കുറ്റം? ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലല്ലോ. അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നതെന്നാ പറഞ്ഞുള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് അവൻ ഈ പെൺകൊന്തെന്ന് വിളിക്കുക എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ല കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മീനെയും അതുപോലെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന. പെരയടിച്ച് വാരും, അതുപോലെ കുക്കിങ്ങിന് കൂടും, അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. ആ ആള് തന്നെ ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫിനെയും നോക്കും. നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പം അവൾക്ക് എന്താണ്, അവൾക്ക് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വേർഡാണിത്, പെൺകോന്ത എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. സോ കഴിവതും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വന്നാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്യുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കാര്യം ഷാനവാസ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടായത് അങ്ങേറ്റ ചേട്ടത്തരമാണ്. ഇവർ ബിന്നിയും ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ ജയിലിൽ കിടക്കുന്ന ഒരു സമയത്ത്. ആ സമയത്തെങ്ങാണ്ട് വിളിച്ചു എന്നുള്ള രീതിയിലാണ് പറയണത്. പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അത് വന്നിട്ടില്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. അത് മ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്ന തരത്തിലാണ് പറയണത്. എന്തായി കഴിഞ്ഞാലും ഒരാളെ ഈ ഒരു രീതിയിൽ വിളിക്കരുത്, അത് ഭയങ്കര തെറ്റാണ്. കാര്യം അയാളൊരു മനുഷ്യനല്ലേ. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിം വെച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് പരമ തോന്നിവാസമാണ്. കാര്യങ്ങളൊന്നും അറിയില്ല, മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട്, അവളും വർക്കിന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെൺകൊന്ത എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഇവർ 2 പേരും ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 2 പേരും സീരിയലുണ്ടായിരുന്നു. ഈ നൂബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ കുറച്ച് നാൾക്ക് മുന്നേ, കുടുംബവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയലിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഷാനവാസിൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ ഇതുപോലെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് എങ്ങനെ റിയാക്ട് ചെയ്യും? വളരെ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര രീതിയിൽ വന്ന് റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഷാനവാസ്. സോ ഇതൊക്കെ ഇനിയെങ്കിലും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തന്നെ ആയിരിക്കും അതൊക്കെ എഫക്റ്റ് ചെയ്യാൻ പോണത്. ഇപ്പം അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് പോന്നാൽ മതി ഇല്ലൊന്നായിരിക്കും നിങ്ങളുടെ ചിന്താഗതി. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ചില സീൻസൊക്കെ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഫാൻ പോലും ഇടാതെ നമ്മൾ വേർത്ത് കുളിച്ച് ആകെ നാശമായിട്ടായിരിക്കും
നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായികമാരാകുമ്പോൾ മിക്കവാറും കരയണം, ദേഷ്യം. അപ്പം നമുക്ക് നമ്മുടെ മെൻ്റലി തന്നെ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പം അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ടുണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ചില ദിവസങ്ങളാവും, മിക്കവാറും നൈറ്റ് ആവും. അപ്പം അവൾക്ക് ഓഫ് വരുമ്പം മാക്സിമം പണി നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പം ആസ് എ പാർട്ട്ണറിൽ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അത്രയും പണിയൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിൽ ന്യൂബിൻ ശരിക്കും നിങ്ങളുടെ ഭാര്യയെടുത്തും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് പുള്ളിക്കാരത്തിയുടെ വായിൽ നിന്നും അറിയാതെ കുറേ വാക്കുകൾ വരുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും നല്ല മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ആണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാസും, പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി എന്നുള്ള രീതിയിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഷാനവാസ് എന്ത് തെറ്റ് ചെയ്താലും അത് ഭയങ്കരമാണെന്നും പറഞ്ഞ് തലേ ചുമന്നുകൊണ്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ ഷാനവാസിൻ്റെ PR ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി ഷാനവാസിൻ്റെ ഇനി ജെന്യുവൻ ആയിട്ടുള്ള ഫാൻസ് ആണോ എന്ന് അറിയത്തില്ല. ഇത്രയും തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ഷാനവാസിനെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണ്. കാര്യം ഈ പുള്ളിക്കാരൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. ഈ പുള്ളിയെ വന്നിരുന്ന് ചീത്ത വിളിക്കുവാണ്. എന്ത് ബോധമുണ്ടോ നിങ്ങൾ ചിന്തിക്കുക. ഒരാൾ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിയല്ലേ ഈ കാര്യം വന്നിരുന്ന് പറയണത്. അതുപോലും മനസ്സിലാക്കാതെയാണ് കുറേ അന്ധമായിട്ടുള്ള ഫാൻസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകോന്തെന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളും ഇവിടെ വീട്ടു ജോലികൾ ചെയ്യുന്നെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പം ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് ഭർത്താവ് ജീവിക്കുമെന്ന് പറഞ്ഞോ, അങ്ങനെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങളെ പെൺകോന്തൻ എന്നുള്ള രീതിയിൽ വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എത്രയോ ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏളി മാണിയുടെയും ശ്രീനീഷിൻ്റെയും കേസ്. ശ്രീനീഷ് എത്ര കാര്യമായിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കുന്നത് എന്നും പറഞ്ഞ് ശ്രീനീഷ് ഒരു പെൺകോന്തൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ? സോ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഇനി ഷാനവാസ് അങ്ങനെ വിളിച്ചതെന്നുള്ളൊരു ഡൗട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. ഒന്നും നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ പെൺകോന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും. കാരണം അത് അവൻ്റെ കൾച്ചർ കാണിച്ചു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവിടെയുള്ള പെൺപിള്ളേരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഷാനവാസ് അവിടെയുള്ള പെൺകുട്ടികളുടെ അടുത്തെല്ലാം പെരുമാറുന്നത്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഈ വിഷയത്തിനകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബിന്നിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഷാനവാസിന് എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഗെയിമിൽ ഷാനവാസിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ആ ഒരു കൊട്ട് കൊടുത്തത് നന്നായിരിക്കും. ഇനിയെങ്കിലും ആ പുള്ളിക്കാരൻ അയാളെ തെറ്റ് റിയലൈസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് പുള്ളിക്ക് നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. ഇതിനകത്ത് പുള്ളി പറയുന്ന ഡയലോഗ് കേട്ടില്ലേ, നിൻ്റെ വീട്ടിലുള്ളവരെ ചിലപ്പോൾ നീ അടിമയായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ അത്രയും പേഴ്സണലി ഹേർട്ടായതിൻ്റെ പേരിലായിരിക്കാം തിരിച്ച് ഇത്രയും രീതിയിൽ വന്ന് സംസാരിക്കുന്നത്. കാര്യം നൂബിനെ സംബന്ധിച്ച് പുള്ളിക്കാരനൊരു വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവക്കാരനാണ്. പുള്ളിയുടെ ആ ഒരു പെരുമാറ്റവും രീതിയൊക്കെ കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ആ പുള്ളി ഇത്രയും വന്ന് ട്രിഗറായിട്ട് സംസാരിക്കണമെങ്കിൽ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടതിൻ്റെ പേരിലായിരിക്കും. മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളേരോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും. എനിക്ക് എന്താണല്ലോ അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി കുറേ പേര്, അത് ഒരു 95% PR-ൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണേലും ഈ 3 ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ. ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലേട്ടൻ അവളോട് വഴക്ക് പറയും. അതെന്താണെന്ന് എനിക്കറിയാം. അത് നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസെ, നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെങ്കിലും നീ ഇങ്ങനെ തന്നെ വേണം. കാരണം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും, അപ്പനോട് കാണിക്കില്ലായിരിക്കും, അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം ഒക്കെ നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ പെമ്പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത്. ഇത് ശരിക്കും ഇവിടെ ഈ പുള്ളിക്കാരൻ ആ ഷോയിലുള്ള സമയത്താണോ ഷാനവാസ് ഇങ്ങനെ വിളിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെ ഉള്ള സമയത്തായിരുന്നുവെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എടുത്ത് പ്രതികരിക്കാമായിരുന്നു. പക്ഷേ ആ ഷോയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല വെളിയിൽ വന്ന ആൾക്കാരെ കൊണ്ട് ഇത്തരം രീതിയിൽ പ്രതികരിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കുമെന്നും അറിയത്തില്ല.
എന്തായി കഴിഞ്ഞാലും അങ്ങേറ്റം ചെറ്റത്തരമായിപ്പോയി. തിരിച്ച് അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലിട്ടും നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നതാണ്. വെറുതെ ഓരോ വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കുന്നത് വലിയ മാസമൊന്നുമല്ല. അതൊന്നും ഒരു മനുഷ്യരും കൈയടിക്കത്തില്ല. നിങ്ങളുടെ നിലവാരമാണ് അവിടെ കുറയുന്നത്, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം. അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത്. ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, വിട്ട് കളഞ്ഞേരെ. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ താഴെ മറ്റേ ഷാനവാസിൻ്റെ കുറേ PR വന്ന് മെഴുകുമെന്ന് എനിക്കറിയാം. ഒരു കുഴപ്പമില്ല, ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പെൺകോന്തെന്നോ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു. എൻ്റെ വീട്ടുകാരെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അതൊക്കെ നല്ല കാര്യമല്ലേ. വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലൊക്കെ അത് വളരെ നല്ല കാര്യമാണ്. അതൊക്കെ വളരെ കുറച്ചുള്ള രീതിയിൽ ഒരു മനുഷ്യരും വന്ന് സംസാരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, കാര്യം നിങ്ങളെന്താണ്, നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങളുടെ വീട്ടുകാർ മനസ്സിലാക്കിയാൽ മതി. കാര്യം നാട്ടുകാരെ നമ്മൾ ബോധിപ്പിക്കാനല്ലല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഷാനവാസിനെ കുടയുന്നൊരു സീനും കൂടെ നമുക്ക് കാണാം. ഷാനവാസ് പറയുന്ന രീതി ഇനിയും കുറച്ച് വേണമെങ്കിൽ മാറ്റി പറയാം. അല്ലാതെ വീട്ടിലുള്ളവരെ പോയി പറ, അല്ലെങ്കിൽ നിന്റെ കെട്ടിയ അതൊക്കെ മാറ്റിയിട്ട് വേറെ കുറച്ച് റിലേഷൻസിനെ കൂടെ വെക്കും. ഒരിക്കലും അത് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ. വീട്ടിലുള്ളവരെ പോയി പറ, നിന്റെ കെട്ടിയവനെ പോയി പറ. ആ ഒരു രീതി നീ മാറ്റണമെന്ന്. അത് മാറ്റിയിട്ട് വേറെ രീതിയിൽ സംസാരിക്കാൻ. എന്നിട്ട് ലാലേട്ടൻ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഷാനവാസ് വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ചെന്ന് പറയുന്നില്ല. ഒരാൾ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണമെന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കില്ല. ഷാനവാസ് എത്രയോ അതിലും പ്രായമായ അതിനകത്ത് എനിക്ക് തോന്നിയത് ബിന്നിയുടെ കേസ് തന്നെയാണെന്ന് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം ന്യൂബിൻ ഈ ഒരു വിഷയം ഇന്ന് തന്നെ വന്ന് റിയാക്ട് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും ഇവരുടെ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഈ ഷോയ്ക്കകത്ത്. ഒരാളാണ്, ഫാമിലി ഉള്ള ഒരാളാണ്, ജീവിതം കണ്ട ഒരാളാണ്. അപ്പൊ ഷാനവാസ് വീട്ടിലിങ്ങനെയാണോ? അല്ല, വീട്ടിലിങ്ങനെയല്ല. അപ്പൊ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇതും? ഈ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോയെന്ന്. കാര്യം ആ രീതിയിലാണ് ആ പുള്ളി എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് ഒരു ഫാൻസ് ആയാൽ പോലും അക്സെപ്റ്റ് ചെയ്യരുത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ അതും നല്ലതാണ് അതും മാസമാണ് എന്നുള്ള രീതിയിൽ നിൽക്കാതിരിക്കുക. കാര്യം ഒരാൾക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമം വന്നതിൻ്റെ പേരിലാണ് അയാൾ വന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. അയാളുടെ ഭാര്യ ആ ഷോയിലുണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഭർത്താവ് പെങ്കോന്തനാണ് എന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആരംഗീകരിക്കൂടെ? എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.